ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മേടം രാശിക്കാരുടെ വൃശ്ചിക മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മേടം രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 4-ലാണ്. 4-ലെ ചൊവ്വ മോശസ്ഥാനത്താണ്. മോശം ഫലങ്ങളാണ് മേടം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. ചൊവ്വ 4-ൽ നിൽക്കുന്നതായ സമയങ്ങളിൽ രോഗദുരിതങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓഫീസിലാണെങ്കിലും നമ്മുടെ കൊളീഗ്സുമായിട്ട് വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പെട്ടെന്ന് പ്രകോപനപരമായി നമ്മൾ തിരിച്ച് പറയാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി ഇരുചക്ര വാഹനങ്ങളിലൊക്കെ പോകുന്നവർ സൂക്ഷിക്കണം. ദൂരയാത്രകൾ ചെയ്യുമ്പോഴും രാത്രി യാത്രകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് ചൊവ്വ 4-ൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ പാരൻസിൻ്റെ ആരോഗ്യപരമായ സാധ്യതകളിലെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് 4-ലെ ചൊവ്വയെ കൊണ്ട് രോഗപരമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചെറിയതാണെങ്കിലും. അതുമാതിരി മനസ്സിന് ക്ലേശമുള്ള കാര്യങ്ങൾ അറിയാനും മനസ്സിന് ക്ലേശങ്ങൾ അലട്ടാനും സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ 4-ലെ ചൊവ്വയെ കൊണ്ട് വൃശ്ചികം മാസത്തിൽ മേടം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. മേടം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 8-ലാണ്. 8-ലെ സൂര്യനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ കിട്ടാൻ പോകുന്നത്. അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഓഫീസിലാണെങ്കിലും പറഞ്ഞു വരുത്താൻ സാധ്യതയുള്ളൊരു സമയമാണ്. അത് അവർ പറയുന്നത് നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പരത്തുന്നത് ഫലിക്കാനും അത് നമുക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ രോഗദുരിതങ്ങളൊക്കെ വരാൻ ചെറിയ രീതിയിലാണെങ്കിലും സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമത്തിലെ സൂര്യനെ കൊണ്ട്. മാനസികമായും ക്ലേശങ്ങളൊക്കെ ഉണ്ടാക്കാം അഷ്ടമത്തിലെ സൂര്യൻ. അതുമാതിരി അനാവശ്യമായ യാത്രകൾ ഉണ്ടാവാനും യാത്രാ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ധനപരമായ പാഴ്ചെലവുകൾ ഉണ്ടാവാനും വരവിൽ കവിഞ്ഞതായ ചിലവുകൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമത്തിലെ സൂര്യനെ കൊണ്ട്. കർമ്മപരമായ രീതിയിലും അഷ്ടമത്തിലെ സൂര്യൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. കർമ്മപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കാം. കർമ്മരംഗത്ത് നമുക്കെതിരെ ആൾക്കാർ വർക്ക് ചെയ്യുന്നതായ സിറ്റുവേഷൻസ് ഉണ്ടാവാം. മേലധികാരിയിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ അഷ്ടമത്തിലെ സൂര്യനെ കൊണ്ട് ഉണ്ടാക്കാം. മേടം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 8-ലാണ്. അഷ്ടമത്തിലെ ബുധനെ കൊണ്ട് നല്ല ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ബുധൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ധനപരമായ ഉയർച്ച ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നതായ കർമ്മത്തിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ലാഭവും വരുമാനവും കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ നമ്മുടെ എന്ത് കാര്യങ്ങൾ ചെയ്യായാലും അത് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയമായിരിക്കും ബുധൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ. മാനസികമായ സുഖവും സന്തോഷവും ഉണ്ടാകുന്നതായ ഒരു സമയമായിരിക്കും. ബുധൻ വിദ്യയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും. നല്ല റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുമാതിരി തന്നെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അതുമാതിരി ഇൻ്റർവ്യൂവും ജോലിക്കൊക്കെ അറ്റൻഡ് ചെയ്യണവർക്ക്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ അത് ക്രാക്ക് ചെയ്യാനും, അതുമാതിരി തന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് നല്ല പാക്കേജോടുകൂടി വേറെ മാറിപ്പോകാനും കഴിയുന്നൊരു സമയമായിരിക്കും അഷ്ടമത്തിൽ ബുധൻ നിൽക്കുമ്പോൾ. കുടുംബത്തിൽ പൊതുവേ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ശാരീരികമായ ആരോഗ്യം പുഷ്ടിപ്പെടാൻ 8-ലെ ബുധനെ കൊണ്ട് സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും മെച്ചപ്പെടുന്നൊരു സമയമായിരിക്കും. അഷ്ടമത്തിലെ ബുധനെ കൊണ്ട് ധനപരമായ ഉയർച്ചയും ഉണ്ടാവും മേടം രാശിക്കാർക്ക്. മേടം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 2-ലാണ്. 2-ലെ വ്യാഴത്തിനെ കൊണ്ട് ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ മേടം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് നേരിട്ട് അറിയാൻ പറ്റും. ധനപരമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ടാവും. ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. അതുമാതിരി ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടാവും. PSC ഇതൊക്കെ കിട്ടാൻ സ്ഥിരമായിട്ടാണെങ്കിലും താൽക്കാലികമായിട്ടാണെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്നവർക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് 2-ലെ വ്യാഴം കൊണ്ട്. ധനപരമായ ഒരു സ്ഥിര വരുമാനം കിട്ടാനുള്ള സാധ്യത തുറന്ന് കിട്ടിയിട്ടുണ്ടാവും 2-ലെ വ്യാഴത്തിനെ കൊണ്ട് മേടം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് 2-ലെ ബുധനെ കൊണ്ട്, 2-ലെ വ്യാഴത്തിനെ കൊണ്ട്. പൊതുവേ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 2-ലെ വ്യാഴത്തിനെ കൊണ്ട്.
വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല പരീക്ഷാ വിജയം, ഉന്നത വിജയം ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്നതായ വിദ്യാർത്ഥികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും. പൊതുവെ നമ്മൾ പറയുന്ന വാക്കിനൊക്കെ ആൾക്കാർ ബഹുമാനിക്കുകയും നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നൊരു സമയമായിരിക്കും. 2 വ്യാഴം നിൽക്കുമ്പോൾ കുടുംബത്തിലും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകുന്നതായൊരു സമയമായിരിക്കും. ശത്രുവൃന്ദങ്ങളൊക്കെ ഇല്ലാണ്ടായി പോവുകയും ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നതായൊരു സമയമായിരിക്കും. മിത്രങ്ങളെ കൊണ്ടും കുടുംബാംഗങ്ങളെ കൊണ്ടുമൊക്കെ അവർ സംഗമിക്കാനും പുനർസംഗമം ഉണ്ടാവാനും അതിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയങ്ങളാണ് 2 വ്യാഴം നിൽക്കുമ്പോൾ. പൊതുവേ ഈ ഒരു കൊല്ലം മുഴുവൻ 2 വ്യാഴം കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് ലഭിച്ചിട്ടുണ്ടാകുക. വൃശ്ചിക മാസത്തിൽ ശുക്രൻ മേടം രാശിക്കാർക്ക് 9-ലും പിന്നീട് 10-ലേക്കുമാണ് മാറുന്നത്. 9-ലെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് മേടം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനമായ 9-ൽ ശുക്രൻ നിൽക്കുമ്പോൾ പൊതുവെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടും. അതുമാതിരി നമ്മൾ അപ്രതീക്ഷിതമായ വിജയങ്ങളും അപ്രതീക്ഷിതമായ ധനവരവും നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. സുഖത്തിൻ്റെ ഗൃഹമാണ് ശുക്രൻ എന്നുള്ളതുകൊണ്ട് തന്നെ സുഖലോലുപതകൾക്കൊക്കെ കൂടിയിരിക്കും. നമുക്കിപ്പോൾ ആഗ്രഹിക്കുന്നതായ ഭക്ഷണമോ അല്ലെങ്കിൽ പല കാലമായി ആഗ്രഹിക്കുന്ന വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങാനോ ഒക്കെ തുടങ്ങാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ ഒരു ദൈവാധീന കൂടുതലുള്ളതായ തോന്നുന്നൊരു സമയമായിരിക്കും. കലാകായിക രംഗത്തുള്ളവർക്കെല്ലാം അവർക്ക് അർഹിക്കുന്നതായ റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 9-ൽ നിൽക്കുമ്പോൾ. പൊതുവേ നല്ല ഫലങ്ങളാണ് 9-ലെ ശുക്രനെ കൊണ്ട് മേടം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നീട് ശുക്രൻ മാറുന്നത് 10-ലേക്കാണ്. കർമ്മത്തിലെ ശുക്രനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും. കർമ്മസ്ഥാനമായ 10-ൽ ശുക്രൻ നിൽക്കുമ്പോൾ മോശം ഫലങ്ങളായിരിക്കും മേടം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. പൊതുവേ നമ്മൾ കർമ്മരംഗത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാനും കർമ്മത്തിൽ നല്ല റിസൾട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാണ്ടിരിക്കാനും അവിടെ നിന്ന് മേലധികാരികളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ കർമ്മരംഗത്ത് കൊളീഗ്സിനെ കൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മൾ വീട്ടിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ധാരാളം വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് കർമ്മത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ നമ്മളെക്കുറിച്ച് മോശമായി നമ്മുടെ കൂടെയുള്ളവർ തന്നെ പറഞ്ഞു വരുത്തുകയും നമ്മളെ അപമാനിക്കാനും സാധ്യതയുള്ള അപമാനപരമായ സാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് കർമ്മത്തിൽ 10-ൽ ശുക്രൻ നിൽക്കുന്നതായൊരു സമയത്ത്. മേടം രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് 11-ലാണ്. 11-ലെ ശനിയെ കൊണ്ട് നല്ല അനുഭവമാണ് മേടം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നു. ആരോഗ്യപരമായ മെച്ചം ഉണ്ടാവും ശനി 11-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി ധനപരമായ ഉയർച്ച ഉണ്ടാവും. പൊതുവേ സുഖവും സന്തോഷമൊക്കെയുള്ള സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമായിരിക്കും. അതുമാതിരി തന്നെ കർമ്മരംഗത്ത് ജോലി ചെയ്യുന്നതായ ആളുകൾക്ക് കർമ്മരംഗത്തൊക്കെ പുഷ്ടി ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് 11-ലെ ശനി നിൽക്കുമ്പോൾ. ശത്രുശല്യമൊന്നും ഉണ്ടാവില്ല. മിത്രവൃന്ദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 11-ലെ ശനിയെ കൊണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഇടവം രാശിക്കാരുടെ വൃശ്ചിക മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇടവം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ശുക്രൻ 8-ലും 9-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 8-ലെ ശുക്രനും 9-ലെ ശുക്രനും വൃശ്ചികം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ധനപരമായ ഉയർച്ച ഉണ്ടാവും. ധനപരമായ വരവ് കൂടും. നമ്മൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യാനും അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും അതുവഴി ധനാഗമനം ഉണ്ടാവാനും സാധ്യതയുള്ളതായൊരു സമയമാണ് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. അതുമാതിരി കുടുംബത്തിൽ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. വീട് വയ്ക്കാനും അതൊക്കെ പറ്റിയതായൊരു സമയമാണ്. പുതിയ വാഹനം വാങ്ങാനും അതുമാതിരി നമുക്ക് വേണ്ടതായ ലക്ഷറി ഗുഡ്സൊക്കെ വാങ്ങാൻ പറ്റിയതായ സമയമാണ്. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതൊന്നും ഫലിക്കാതിരിക്കുന്നതായൊരു സാഹചര്യം വരും. ആരോഗ്യമൊക്കെ പുഷ്ടിപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സുഖവും സന്തോഷമായിട്ട് പോവും. ജോലിയിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവാനും ജോലി സ്ഥലത്തൊക്കെ സുഖവും സന്തോഷവും സഹപ്രവർത്തകരുടെ കോർപ്പറേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മേലധികാരികളിൽ നിന്നൊക്കെ നല്ല പ്രശംസ കിട്ടാനും സാധ്യതയുള്ള സമയമാണ് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. പൊതുവെ നല്ല റിസൾട്ടാണ് അഷ്ടമത്തിലെ ശുക്രനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഇടവം രാശിക്കാർക്ക്
ഡിസംബർ 2 ശേഷം ശുക്രൻ 9ലേക്കാണ് പോകുന്നത്. ഭാഗ്യസ്ഥാനമായ 9ലേക്ക് ശുക്രൻ പോകുമ്പോഴും വളരെ നല്ല ഫലങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ശുക്രനെ കൊണ്ട് ലഭിക്കാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഭാഗ്യം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുമാതിരി തന്നെ ഈശ്വരകടാക്ഷം കൂടി വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാകുന്ന സമയങ്ങളായിരിക്കും. അതുമാതിരി തന്നെ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് വിദ്യയിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായ സമയമായിരിക്കും. ധനപരമായ ഉയർച്ച ഉണ്ടാവും. പൊതുവേ സുഖവും സന്തോഷമൊക്കെ ശുക്രനെ കൊണ്ട് 9ലെ ശുക്രനെ കൊണ്ടുണ്ടാവും. അതുമാതിരി കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർ അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ പറ്റിയ സമയമാണ് ശുക്രൻ 9ൽ നിൽക്കുന്നതായ സമയത്ത്. ഇടവം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 7ലാണ്. 7ലെ സൂര്യനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് മോശം ഫലങ്ങളാണ് വൃശ്ചിക മാസത്തിൽ കിട്ടാൻ പോകുന്നത്. 7ൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് വീട്ടിൽ വഴക്കുണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരിക്കും. വീട്ടിലാണെങ്കിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിലും വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 7ലെ സൂര്യനെ കൊണ്ട്. കമിതാക്കളൊക്കെ തമ്മിൽ അകൽച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാനും ഒരു മടിയും അലസതയും ഊർജ്ജക്കുറവും തോന്നാൻ സാധ്യതയുള്ളൊരു സമയമാണ് സൂര്യൻ 7ൽ നിൽക്കുമ്പോൾ. രോഗങ്ങളും വ്യാധികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കണ്ണിനുള്ള രോഗങ്ങൾ, അതുമാതിരി വയറുവേദന, ഇതെല്ലാം വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് 7ലെ സൂര്യനെ കൊണ്ട്. പൊതുവെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ മനസ്സിനും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. യാത്രാക്ലേശങ്ങളൊക്കെ, അനാവശ്യമായ അലച്ചിലുകളും റിസൾട്ട് ഇല്ലാണ്ടിരിക്കുന്നതായ യാത്രകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സൂര്യൻ 7ൽ നിൽക്കുമ്പോൾ. പൊതുവെ ചില്ലറ കാര്യവിഘ്നങ്ങളും ചില്ലറ ബുദ്ധിമുട്ടുകളും 7ലെ സൂര്യനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇടവം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ചൊവ്വ നിൽക്കുന്നത് 3ലാണ്. 3ലെ ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഇടവം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിലുള്ളവർക്കൊക്കെ നല്ല പുഷ്ടി ഉണ്ടാവും. ഭൂമിപരമായ ഇടപാടുകളിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവാനും നല്ല വിജയം ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവെ ഒരു കോൺഫിഡൻസും മനസ്സിനൊരു ശക്തിയും കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി ശത്രുക്കളെ കൊണ്ട് യാതൊരു നമ്മൾക്കെതിരായി നിൽക്കുന്നതൊന്നും നമ്മളിലേക്ക് എത്താണ്ടോ ഫലിക്കാണ്ടോ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. ശത്രുക്കളെല്ലാം മിത്രങ്ങളായി മാറാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ധനപരമായി ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് 3ലെ ചൊവ്വയെ കൊണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ കൂടുതലായി നമുക്ക് റിസൾട്ടും ധനപരമായ ഉയർച്ചയും കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 3ൽ ചൊവ്വ നിൽക്കുമ്പോൾ. കുടുംബമൊക്കെ, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും നമുക്ക് ലാഭം, അവരിൽ നിന്ന് നമുക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ചൊവ്വ 3ൽ നിൽക്കുന്നതായ സമയത്ത് ഇടവം രാശിക്കാർക്ക്. ഇടവം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ബുധൻ നിൽക്കുന്നത് 7ലാണ്. 7ലെ ബുധനെ കൊണ്ട് മോശം ഫലങ്ങളാണ് ഇടവം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. മാനസികമായ പിരിമുറുക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് 7ലെ ബുധൻ നിൽക്കുമ്പോൾ. അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിനെ അലട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. കുടുംബത്തിൽ ഒരു അസ്വസ്ഥതയും സുഖക്കുറവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും 7ലെ ബുധനെ കൊണ്ട് വഴക്കുകൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 7ൽ ബുധൻ നിൽക്കുമ്പോൾ. നമ്മൾ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുമാതിരി വിവാഹത്തിനാണെങ്കിലും ആലോചനകളൊക്കെ നമുക്ക് മനസ്സിനിണങ്ങിയതൊന്നും വരില്ല, അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ശാരീരികമായ ബലക്കുറവ് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനസ്സംഘർഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 7ലെ ബുധനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക്. ഇടവം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് ജന്മത്തിലാണ്. ജന്മത്തിലെ വ്യാഴത്തിനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും ഇടവം രാശിക്കാർക്ക് ഈ കൊല്ലം മുഴുവനും കിട്ടാൻ പോകുന്നത്. ഇവരുടെ ഈ കൊല്ലം അവർക്ക് തന്നെ നോക്കിയാൽ അറിയാം കുറച്ച് മോശപ്പെട്ട കൊല്ലമായിരുന്നിരിക്കും. കാരണം ജന്മത്തിലെ വ്യാഴത്തിനെ കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിരിക്കും. ജോലിയൊക്കെ ഉള്ളവർക്ക് ജോലി സ്ഥലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയൊക്കെയാണെങ്കിൽ അത് പോണതിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർ പൊതുവെ അനുഭവിച്ചിട്ടുണ്ടാവും. കർമ്മരംഗത്താണെങ്കിലും അതുമാതിരി ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാവുക, വരവിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ
ലോണുകളോ EMI ഒക്കെ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവുക. പൊതുവേ ഒരു കൺഫ്യൂഷനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 2 വട്ടം ആലോചിക്കേണ്ടി വരിക, അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാവാണ്ട് വരിക. അതുമാതിരി തന്നെ അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാവുക. വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അത് ഉണ്ടാവാനും, ശത്രുക്കളില്ല, അനാവശ്യമായ ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ധനപരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവുക. ശാരീരികമായ ചില്ലറ രോഗങ്ങളൊക്കെ പിടിപെടാനും അങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റൽ വാസങ്ങളാണെങ്കിലും അതുണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ് ജന്മത്തിലെ വ്യാഴത്തിനെ കൊണ്ട്. പൊതുവെ ജന്മത്തിലെ വ്യാഴത്തിനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ഈ കൊല്ലം മുഴുവൻ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഒക്ടോബർ 9 ശേഷം ഇപ്പോൾ വ്യാഴം വക്രഗതിയിലാണ് സഞ്ചാരം. വക്രഗതിയിലാണ് വ്യാഴം സഞ്ചാരം എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും വ്യാഴത്തിനെ കൊണ്ട് ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഒക്ടോബർ 9 ശേഷം അവർക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും. അതുമാതിരി തന്നെ വ്യാഴം ചില്ലറ നല്ല ഫലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് ജോലിയിലാണെങ്കിലും ബാക്കി സ്ഥലങ്ങളിലാണും മാനസികമായിട്ടാണെങ്കിലും. ഇടവം രാശിക്കാർക്ക് ശനി 10ലാണ്. 10ലെ ശനി കണ്ടകശനിയായിട്ടാണ് ഇടവം രാശിക്കാർക്ക് ആക്ട് ചെയ്യുന്നത്. കണ്ടകശനിയെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും ഇവർക്ക് പൊതുവെ കിട്ടിയിട്ടുണ്ടാവുക. കണ്ടകശനി സമയത്ത് പൊതുവെ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു കാര്യം ചെയ്യേണ്ടത് 2, 3, 5, 6 വട്ടം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോഴേ അത് ശരിയാവുള്ളൂ. കൂടുതൽ ചെയ്യേണ്ടതായ അവസ്ഥ വരും. പക്ഷേ ശനി മന്ദനാണ്. പക്ഷേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. കൂടുതൽ വട്ടം അത് ചെയ്യേണ്ടി വരും. വീണ്ടും വീണ്ടും ചെയ്തിട്ടാണെങ്കിലും അത് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഇടവം രാശിക്കാർ ചെയ്യേണ്ടത്. ബിസിനസ്സിലൊക്കെ പൊതുവേ പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നാം. അതുമാതിരി തന്നെ ധനപരമായി നമുക്ക് വരാനുള്ള ധനങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാവുക. ധനപരമായ നമുക്കുള്ള വന്നു ചേരേണ്ടതായ ധനങ്ങൾ, അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് പ്രോഫിറ്റുകളൊക്കെ കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. അതുമാതിരി ജോലിയാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ധനം നമുക്ക് വരാണ്ടിരിക്കുക. അതുമാതിരി നമുക്ക് കിട്ടേണ്ടതായ ധനം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തടസ്സം നിൽക്കുക, അത് നമ്മളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് കാണിക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ 10ലെ ശനികളുണ്ടാവാം. പൊതുവെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല റിസൾട്ട് ഇല്ലാണ്ടിരിക്കുക. PSCക്ക് ആണെങ്കിലും ഇതൊക്കെ എഴുതുന്നവർക്കൊക്കെ നീണ്ടുപോകാൻ ശനിയെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ വക്രഗതിയിൽ കഴിഞ്ഞു. വക്രഗതി ഉള്ള ഒരു സമയത്ത് അവർക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ വക്രഗതി വീണ്ടും കഴിഞ്ഞതുകൊണ്ട് ശനി വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കണ്ടകശനി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മിഥുനം രാശിക്കാരുടെ വൃശ്ചിക മാസത്തിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മിഥുനം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ബുധൻ 6ലാണ് നിൽക്കുന്നത്. 6ലെ ബുധനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. വിദ്യാർത്ഥികളായ മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല സമയങ്ങളായിരിക്കും. അവർക്ക് വിദ്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും കഴിയും. ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. അതുമാതിരി തന്നെ മത്സര പരീക്ഷകൾക്കും PSCയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. 6ലെ ബുധനെ കൊണ്ട് ശത്രുപരമായ യാതൊരു ഉപദ്രവമുണ്ടല്ല. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ബുധൻ 6ൽ നിൽക്കുമ്പോൾ നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. പ്രൈവറ്റ് ജോലിയിലൊക്കെ ആണെങ്കിലും IT മേഖലയിലൊക്കെ ആണെങ്കിലും ഉള്ളവരൊക്കെ അവർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുമാതിരി നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തോന്നുക, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുക, നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുക, ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം ബുധൻ 6ൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുമാതിരി തന്നെ ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി കിട്ടാൻ പറ്റിയതായ ഒരു സമയമാണല്ലോ 6ലെ ബുധനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക്. മിഥുനം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ സൂര്യൻ 6ലാണ് നിൽക്കുന്നത്. സൂര്യനും ഇവർക്ക് 6ലാണ് നിൽക്കുന്നത്. 6ലെ സൂര്യനും മിഥുനം രാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും കൊടുക്കാൻ പോകുന്നത്. സൂര്യൻ 6ൽ നിൽക്കുമ്പോൾ പൊതുവേ ശാരീരികമായൊരു ശക്തി തോന്നും. ശരീരത്തിനൊരു ഉന്മേഷവും ഉണർവും തോന്നും. അതുമാതിരി മനസ്സിനും അതുണ്ടാവും. അത് പ്രവർത്തന മേഖലയിലും കർമ്മ മേഖലയിലും പ്രതിഫലിക്കും. കർമ്മം ചെയ്യാൻ നല്ല രീതിയിൽ തോന്നും, റിസൾട്ട് ഉണ്ടാവും. നല്ല രീതിയിൽ അത് ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജോലിയിലും ഇതിലും ശ്രദ്ധിക്കാൻ കർമ്മത്തിലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നല്ല അതൊന്ന് ധനപരമായ വരവും ഉണ്ടാവും. 6ലെ സൂര്യൻ നിൽക്കുമ്പോൾ ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതായൊന്നും ഫലിക്കാണ്ട് വരും. ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും.
6-ലെ സൂര്യനെ കൊണ്ട് ആരോഗ്യപരമായ പുഷ്ടി ഉണ്ടാവും. ശരീരത്തിന് സുഖവും സന്തോഷവും പുഷ്ടി ഉണ്ടാവും. രോഗങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു വരും. അതൊന്നും മൂർച്ഛിക്കാതെ കുറഞ്ഞു പോകുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവും 6-ലെ സൂര്യൻ നിൽക്കുമ്പോൾ. പൊതുവെ ഒരു ധൈര്യവും കോൺഫിഡൻസും എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും ആ കാര്യം നല്ല രീതിയിൽ ചെയ്തു തീർക്കാനും പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും 6-ലെ സൂര്യനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക്. മിഥുനം രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 2-ലാണ്. 2-ൽ ചൊവ്വ നിൽക്കുമ്പോൾ മോശം ഫലങ്ങളായിരിക്കും മിഥുനം രാശിക്കാർക്ക് നൽകുക. ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ച ഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിപരമായ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതായുണ്ട്. ഭൂമിപരമായ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ധനപരമായ നഷ്ടങ്ങളും പാഴ്ചെലവുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് 2-ലെ ചൊവ്വയെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക്. അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഫീസിലൊക്കെ ചില്ലറ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ പെർഫോമൻസ് പൊതുവെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് 2-ലെ ചൊവ്വ കൊണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാവുക, നമ്മൾ വരവിൽ കഴിഞ്ഞ ചിലവുകൾ ഉണ്ടാവുക, അതുവഴി തന്നെ ലോണോ EMI ഒക്കെ എടുക്കേണ്ടതായ അവസ്ഥകൾ വരാം. പൊതുവെ ചോര ഭയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 2-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. അപ്പോൾ ഡോക്യുമെൻറ്റ്സൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. എന്ത് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് ഭൂമിപരമായ ഡോക്യുമെൻറ്റ്സ് ചൊവ്വ ഭൂമിയുമായി ചിന്തിക്കുന്ന ഗ്രഹമായതുകൊണ്ട്. അതാണ് ചൊവ്വയെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് 2-ലെ ചൊവ്വയെ കൊണ്ട് വൃശ്ചിക മാസത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ. വൃശ്ചിക മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് വ്യാഴം 12-ലാണ് നിൽക്കുന്നത്. ഈ കൊല്ലം മുഴുവൻ വ്യാഴം 12-ലാണ് മിഥുനം രാശിക്കാർക്ക്. 12-ലെ വ്യാഴം ഈ കൊല്ലം മുഴുവൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. 12-ലെ വ്യാഴം മോശമാണ്. മോശം വ്യാഴം എന്ന് പറയുമ്പോൾ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി ചെയ്യുന്നവരായ പ്രൊഫഷണലായ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ജോലിയിലാണ്ടൊക്കെ ഇരിക്കേണ്ടതായ സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അവർക്ക് ജോലി കർമ്മപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ബിസിനസ്സുകളൊക്കെ നടത്തുന്നവരാണെങ്കിൽ പ്രോഫിറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായ ധനം നമ്മളിലേക്ക് എത്തിപ്പെടാൻ തടസ്സങ്ങൾ കാണിക്കുന്നതായ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. പൊതുവെ ധനപരമായ നല്ല ബുദ്ധിമുട്ടുകൾ 12-ലെ വ്യാഴം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി തന്നെ കർമ്മരംഗത്താണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പെർഫെക്ഷനോടുകൂടി ചെയ്തു കൊടുക്കാൻ പറ്റാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പറഞ്ഞ വാക്ക് നമുക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടുകൾ വന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുമാതിരി ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാവാം 12-ലെ വ്യാഴം കൊണ്ട് മിഥുനം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചതായ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റാണ്ട് വരിക, കാര്യപരാജയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം ഈ മിഥുനം രാശിക്കാർക്ക് 12-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം. കുടുംബത്തിലാണെങ്കിലും ചില്ലറ അസ്വാരസ്യങ്ങളും വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ചില്ലറ രോഗങ്ങളാണെങ്കിലും വന്നുപെട്ടുണ്ടാവാം. ചില്ലറ ഹോസ്പിറ്റൽ വാസങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷേങ്കിൽ ആരോഗ്യപരമായ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിനും അവർക്ക് പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം ഇപ്പോൾ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. വക്രഗതിയിലുള്ളതായതുകൊണ്ട് വ്യാഴം ഈ ബുദ്ധിമുട്ടുകളൊന്നും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം മിഥുനം രാശിക്കാർക്ക് കൊടുക്കില്ല. ഒക്ടോബർ 9 തൊട്ട് വക്രഗതിയിലാണ് വ്യാഴം. ഇപ്പോൾ വ്യാഴം മോശം ഫലങ്ങൾ മിഥുനം രാശിക്കാർക്ക് കൊടുക്കില്ല എന്ന് മാത്രമല്ല, നല്ല ഫലങ്ങളും കുറച്ച് ചെയ്യുകയും ചെയ്യും. ധനപരമായിട്ടും ജോലിയിലാണെങ്കിലും ആരോഗ്യപരമായിട്ടും ഈ വക്രത്തിലുള്ള സമയത്ത് ഒരു ഉയർച്ച ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും 12-ലെ വ്യാഴമാണെങ്കിലും. മിഥുനം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ശനി 9-ലാണ് നിൽക്കുന്നത്. 9-ലെ ശനിയെ കൊണ്ട് 9 ഭാഗ്യസ്ഥാനമാണ്. ശനി 9-ൽ നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളല്ല മിഥുനം രാശിക്കാർക്ക് കിട്ടുക. ഭാഗ്യസ്ഥാനമായ 9-ൽ ശനി നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് കുറവുള്ളതായിട്ട് തോന്നാം, ഈശ്വര കടാക്ഷത്തിന് കുറവുള്ളതായിട്ട് തോന്നാം. ധനപരമായ ചിലവുകൾ ഉണ്ടാവാം. കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സങ്ങൾ കണ്ടു തുടങ്ങാം. 2-3 വട്ടം ശനി മന്ദനാണ്. 2-3 വട്ടം ചെയ്യേണ്ടി വരും ഒരു കാര്യം, എന്നാലേ അത് റിസൾട്ടിലേക്ക് എത്തുള്ളൂ. ചെയ്യാണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, അത് കൂടുതൽ വട്ടം ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ശനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടതായ കാര്യം. അതുമാതിരി തന്നെ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നമുക്ക് ധനപരമായ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വരേണ്ടതായ ധനം ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ നമ്മളിൽ എത്തിപ്പെടാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും 9-ലെ ശനിയെ കൊണ്ട്.
മിഥുനം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ശുക്രൻ 7-ലും 8-ലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഡിസംബർ 2 വരെ 7-ലും ശേഷം 8-ലേക്കുമാണ് സഞ്ചരിക്കുന്നത്. 7-ലെ ശുക്രനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സുഖത്തിൻ്റെ ഗൃഹമാണ് ശുക്രൻ എന്നുള്ളതുകൊണ്ട് തന്നെ 7-ൽ ശുക്രൻ നിൽക്കുമ്പോൾ പൊതുവെ സുഖങ്ങളും ഭോഗങ്ങളും ഒക്കെ കുറഞ്ഞാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. നമുക്ക് എ സിയിലിരിക്കുമ്പോഴും തണുപ്പും സുഖവും സന്തോഷത്തിലും ഇരിക്കാൻ പറ്റില്ല, മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സുഖം ഉണ്ടാവില്ല. അതേമാതിരി തന്നെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാം. ഓഫീസിലാണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരായിട്ട് നമുക്ക് വഴക്കുകളൊക്കെ ഉണ്ടാവാം. നമ്മൾ വർക്കിലാണെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ടാണെങ്കിലും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. അനാവശ്യമായ യാത്രാ ക്ലേശങ്ങൾ 7-ലെ ശുക്രനെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു റിസൾട്ട് ഇല്ലാണ്ടോ എയിമില്ലാണ്ടോ അലച്ചിലുകളുള്ള യാത്രകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനപരമായ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുവഴി ചിലർ ഹോസ്പിറ്റൽ വാസങ്ങളോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നു, അതുവഴി ധനപരമായ ചിലവുകളും പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലുള്ളവർക്കാണെങ്കിലും പ്രോഫിറ്റ് അത്ര വിചാരിച്ചത്ര കിട്ടാണ്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 7-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. പിന്നീട് ശുക്രൻ 8-ലേക്കാണ് പോകുന്നത്. 8-ലെ അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ നല്ല ഫലങ്ങളായിരിക്കും. ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മിഥുനം രാശിക്കാർക്ക് അഷ്ടമത്തിലെ ശുക്രനെ കൊണ്ട് കിട്ടാൻ പോകുന്നത്. പൊതുവെ മനസ്സിന് സുഖവും സന്തോഷമുള്ള വാർത്തകൾ കേൾക്കാനും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ മിത്രങ്ങളെ കൊണ്ടാണെങ്കിലും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രൻ 8-ൽ നിൽക്കുമ്പോൾ. ആരോഗ്യപരമായ പുഷ്ടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 8-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. അതുമാതിരി ശത്രുക്കളൊക്കെ നമുക്ക് എതിരെ ചെയ്യുന്ന, അതായത് ഫലപ്രാപ്തിയിൽ വരാതിരിക്കുക, ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ 8-ലെ ശുക്രനെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനപരമായ പുഷ്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പലപ്പോഴും പല രീതിയിലും നമ്മൾ കിട്ടാനുള്ളതായ ധനം നമുക്ക് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാവാം. അതുമാതിരി ബിസിനസ്സിലും ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ് ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നതായ സമയത്ത് മിഥുനം രാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കർക്കിടകം രാശിക്കാരുടെ വൃശ്ചിക മാസത്തിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. കർക്കിടകം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ചൊവ്വ ജന്മത്തിലാണ് നിൽക്കുന്നത്. ജന്മത്തിലെ ചൊവ്വയെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും വൃശ്ചിക മാസത്തിൽ കിട്ടാൻ പോകുന്നത്. ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നത് പൊതുവേ നല്ലതല്ല. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ജന്മത്തിലെ ചൊവ്വയെ കൊണ്ടുണ്ടാവാം. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചൊവ്വ ഭൂമിയുമായി സംബന്ധിക്കുന്നതായതുകൊണ്ട് ഭൂമിപരമായ വ്യവഹാരങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലാഭം കുറഞ്ഞു വരുന്നതായി തോന്നാം. പൊതുവേ ശരീരത്തിനും മനസ്സിനും ഒരു ശക്തിക്കുറവ് തോന്നുന്നതായൊരു സമയമായിരിക്കും. ജന്മത്തിലെ ചൊവ്വയെ കൊണ്ട് പൊതുവേ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് വരികയും കാര്യങ്ങളും സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവേ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു തടസ്സം ഫീൽ ചെയ്യുന്നതായി വരാം. അതുമാതിരി തന്നെ ശത്രുക്കളൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് ലക്ഷ്യം കാണുന്ന ഒരു സമയമായിരിക്കും ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നതായൊരു സമയത്ത്. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അത് കിട്ടാൻ കുറച്ചും കൂടി നീണ്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുമാതിരി വിവാഹമൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് വന്നു കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരാം ജന്മത്തിലെ ചൊവ്വയെ കൊണ്ട്. കർക്കിടകം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ സൂര്യൻ 5-ലാണ് നിൽക്കുന്നത്. 5-ലെ സൂര്യനെ കൊണ്ടും മോശം ഫലങ്ങളായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. സൂര്യൻ 5-ൽ നിൽക്കുമ്പോൾ അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കിട്ടാനുള്ളതായ പേയ്മെൻറ്റ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരാം. ബിസിനസ്സുകാരെയൊക്കെ അത് ബാധിക്കാം. ബിസിനസ്സിൽ പ്രോഫിറ്റൊക്കെ കുറഞ്ഞു വരാം. ജോലിയിലാണെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരാം. ശാരീരികമായൊരു തളർച്ചയോ മാനസികമായും തളർച്ച തോന്നാൻ സാധ്യതയുണ്ട്. അതുമാതിരി ഒരു ഉന്മേഷക്കുറവൊക്കെ തോന്നാം സൂര്യൻ 5-ൽ നിൽക്കുന്നതായ സമയത്ത്. 5 എന്ന് പറയുന്നത് സന്താനസ്ഥാനമായതുകൊണ്ട് തന്നെ സൂര്യൻ 5-ൽ നിൽക്കുമ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യത്തിലാണെങ്കിലും ബുദ്ധിമുട്ട് വരാം. അതുമാതിരി സന്താനങ്ങളുടെ വിദ്യാപുരോഗതിയിൽ ബുദ്ധിമുട്ടുകൾ വരാം. മടിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് സൂര്യൻ 5-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ PSCക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായ ആൾക്കാർ, കർക്കിടകം രാശിക്കാർക്ക് 5-ലെ സൂര്യൻ അത് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുതന്നെയാണ് കർമ്മരംഗത്തും പൊതുവെ ഒരു മാന്ദ്യം 5-ലെ സൂര്യൻ കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.
കർക്കിടകം രാശിക്കാർക്ക് ബുധൻ 5-ലാണ് വൃശ്ചിക മാസത്തിൽ നിൽക്കുന്നത്. 5-ലെ ബുധനും കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. 5 എന്ന് പറയുന്നത് സന്താന സ്ഥാനമായതുകൊണ്ട് തന്നെ സന്താനങ്ങളെ കുറിക്കുന്ന സ്ഥാനമാണ് 5 എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലി ഇതിലെല്ലാം ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കർക്കിടകം രാശിക്കാരുടെ സന്താനങ്ങൾക്ക്. അതുമാതിരി തന്നെ കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ 5-ലെ ബുധനെ കൊണ്ട് രോഗപീഠകൾ ചെറുതായിട്ടുണ്ടാവാം. ചെറിയ ഹോസ്പിറ്റൽ വാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. മനസ്സിനൊക്കെ പിരിമുറുക്കങ്ങളും ടെൻഷനൊക്കെ ഉണ്ടാവാം. അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഇടപഴകുമ്പോൾ വളരെ സംയമനത്തോടെ ഇടപഴകിയാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മേലധികാരികളായിട്ടാണെങ്കിലും അതെ. അതുമാതിരി പൊതുവേ ഒരു കൺഫ്യൂഷനും നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 5-ൽ ബുധൻ നിൽക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക്. ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതായൊരു സമയമാണ് 5-ൽ ബുധൻ നിൽക്കുമ്പോൾ. കർക്കിടകം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ വ്യാഴം സർവാഭിഷ്ട ആഗ്രഹ സഫലീകരണ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ വർഷം മുഴുവൻ വ്യാഴം കർക്കിടകം രാശിക്കാർക്ക് ഈ സർവാഭിഷ്ട സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമായ സമയമാണെങ്കിലും വ്യാഴം അനുകൂലമാണെങ്കിൽ ഒരുവിധം വ്യാഴം അതെല്ലാം തടയുമെന്നാണ് പറയുക. വ്യാഴം അനുകൂലമാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് പറയുക. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കൊണ്ട് തന്നെ ഈ വർഷം മുഴുവൻ കർക്കിടകം രാശിക്കാർക്ക് ധനപരമായ ഉയർച്ച ഉണ്ടാവും. ഭൂമിപരമായ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ വാങ്ങാൻ പല കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവാം. ബിസിനസ്സിലൊക്കെ നല്ല പ്രോഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ധനപരമായ ഉന്നതി ഉണ്ടാവാം. ജോലിയൊക്കെ തേടി നടന്നവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവാം. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്കൊക്കെ അത് നടക്കാൻ പറ്റിയൊരു സമയമാണ് 11-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി വിദേശത്തൊക്കെ ഉപരിപഠനത്തിനൊക്കെ പോകാൻ UK-ലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചവർക്ക് അതിലൊക്കെ ക്ലിയറൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ. പൊതുവെ ഭാഗ്യം തുണയ്ക്കുന്നൊരു സമയമാണ്. അപ്രതീക്ഷിതമായ പല രീതിയിൽ ധനപരവും അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതായ സമയത്ത്. ജോലിയിലും നല്ല പെർഫോമൻസ് കിട്ടാനും മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റാനും പറ്റിയൊരു സമയമാണ് കർക്കിടകം രാശിക്കാർക്ക് വ്യാഴത്തിനെ കൊണ്ട്. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ഉന്നതി ഉണ്ടാവാനും ശരീരത്തിനും മനസ്സിനും ഒരു സുഖവും സന്തോഷമൊക്കെ തോന്നുന്നതായൊരു സമയമായിരിക്കും വ്യാഴത്തിനെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് ഈ കൊല്ലം. കർക്കിടകം രാശിക്കാർക്ക് ശനി 8-ൽ അഷ്ടമശനിയായിട്ടാണ് നിൽക്കുന്നത്. അഷ്ടമശനി പൊതുവെ മോശമാണ്, സൂക്ഷിക്കേണ്ടതായ സമയമാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. തട്ടും മുട്ടും ഉണ്ടാവാണ്ട് നോക്കേണ്ടതായ ഒരു സമയമാണ് അഷ്ടമശനി എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ വീട്ടിലൊക്കെ വഴക്കുണ്ടാവാനും പൊതുവെ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ളതാണ്. കണ്ടകശനിയേക്കാൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അഷ്ടമശനി. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ് അഷ്ടമശനി ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള പ്രശ്നം അഷ്ടമശനിയെ കൊണ്ട്. അതുമാതിരി തന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തന്നെ പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ വാസങ്ങളും അതുവഴി അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവാനും മനസ്സിന് പിരിമുറുക്കം ഉണ്ടാവാനും പൊതുവെ കുടുംബത്തിലും വീട്ടിലും ഓഫീസിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിലെ ശനി കർക്കിടകം രാശിക്കാർക്ക്. ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അഷ്ടമത്തിലെ ശനി. കർക്കിടകം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ശുക്രൻ 6-ലും 7-ലുമായിട്ടാണ് നിൽക്കുന്നത്. 6-ലെ ശുക്രനും 7-ലെ ശുക്രനും മോശം ഫലങ്ങളായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് കൊടുക്കാൻ പോകുന്നത്. ശുക്രൻ 6-ൽ നിൽക്കുന്നതായ സമയത്ത് അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വീട്ടിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും അങ്ങനെ ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്നൊരു സാഹചര്യം 6-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ഉണ്ടാവാം. പൊതുവെ സുഖലോലുപതയുടെ ഗൃഹമാണ് ശുക്രൻ എന്നുള്ളതുകൊണ്ട് തന്നെ സുഖങ്ങളൊക്കെ കുറയാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കാത്തതായ പാഴ്ചെലവുകൾ നമുക്ക് ഉണ്ടാവുകയും അതുവഴി ധനക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയിലൊക്കെ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരികയും അതുവഴി ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ചില്ലറ രോഗങ്ങളോ 6-ലെ ശുക്രനെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. അതുകൊണ്ട് ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി അലച്ചിലും അനാവശ്യമായ യാത്രാക്ലേശങ്ങളൊക്കെ 6-ലെ ശുക്രനെ കൊണ്ട് ഉണ്ടാവാം. ശേഷം ശുക്രൻ 7-ലേക്കാണ് മാറുന്നത്. 7-ലെ ശുക്രനെ കൊണ്ടും മോശം ഫലങ്ങളാണ്
കർക്കിടകം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ കിട്ടാൻ പോകുന്നത്. ശുക്രൻ 7 നിൽക്കുന്നതായ സമയത്ത് ദാമ്പത്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാം. അവർ തമ്മിൽ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള, സ്വരച്ചേർച്ചകളൊക്കെ ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 7 ശുക്രൻ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. അതുമാതിരി കുടുംബത്തിൽ തന്നെ വഴക്കുകൾ ഉണ്ടാവാനും ബന്ധുക്കൾ വഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. ജോലിയിലാണെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അത് ഫ്രീലാൻസ് ചെയ്യുന്നവരാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും, അതുമാതിരി ബിസിനസ്സിലാണെങ്കിലും വിചാരിച്ച പ്രോഫിറ്റുകൾ ഉണ്ടാവാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ശുക്രൻ 7 നിൽക്കുമ്പോൾ. പൊതുവെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകളും 7 ശുക്രൻ കർക്കിടകം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ചിങ്ങം രാശിക്കാരുടെ വൃശ്ചിക മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചിങ്ങം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ചൊവ്വ 12-ലാണ് സഞ്ചരിക്കുന്നത്. 12-ലെ ചൊവ്വയെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ചിങ്ങം രാശിക്കാർക്ക് 12-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവാം. നമ്മൾ എന്തെങ്കിലും ഊഹക്കച്ചവടമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവാം. നമ്മൾക്ക് കാര്യപരാജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു കാര്യം വിചാരിച്ച് ചെയ്യുമ്പോഴും അത് വിചാരിച്ച റിസൾട്ട് കിട്ടാണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അതുമാതിരി തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഈ ഭൂമി ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയെ ചിന്തിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമി ഇടപാടുകളിൽ ചെയ്യുമ്പോൾ ധനപരമായ നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി ഭൂമിപരമായ വ്യവഹാരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകളും യാത്രാക്ലേശങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക, അതും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ബന്ധുക്കൾ തന്നെ വഴക്കുകളൊക്കെ ഉണ്ടായി ശത്രുക്കളാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊതുവേ 12-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ചില്ലറ അരിഷ്ടതകളും ചൊവ്വയെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ചിങ്ങം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 4-ലാണ്. 4-ലെ സൂര്യനെ കൊണ്ടും മോശം ഫലങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. സൂര്യൻ 4-ൽ നിൽക്കുമ്പോൾ ശാരീരികമായൊരു തളർച്ചയും ശാരീരികവും മാനസികമായൊരു മടിയും തളർച്ചയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ ബുദ്ധിമുട്ടുകൾ വരാം. പൊതുവെ കാര്യങ്ങൾ ചെയ്യാൻ മടിയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടാണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരാം. അതുമാതിരി തന്നെ പാരൻസിൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. അതുമാതിരി തന്നെ കുടുംബത്തിൽ പൊതുവെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവാം. ചെറിയ രോഗപീഠകളൊക്കെ ഉണ്ടാവാം 4-ലെ സൂര്യനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ 4-ലെ സൂര്യനെ കൊണ്ട് മാനസികമായ ദുഃഖങ്ങൾ, അതുമാതിരി ദുഃഖ വാർത്തകൾ കേൾക്കാനുണ്ടാവുക, മനസ്സിന് അനാവശ്യമായ കാര്യങ്ങൾ ദുഃഖ രീതിയിൽ അലട്ടുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ 4-ലെ സൂര്യനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ ശത്രുക്കൾ തന്നെ നമ്മളെക്കുറിച്ച് അപവാദങ്ങളൊക്കെ പറഞ്ഞ് പരത്താനും അത് ഫലപ്രാപ്തിയിലെത്തിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് 4 സൂര്യൻ നിൽക്കുമ്പോൾ. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും കോവർക്കേഴ്സിനോട് പെരുമാറുമ്പോഴും സമന്വയതയോടെ പെരുമാറിയാൽ നന്നായിരിക്കും ചിങ്ങം രാശിക്കാർ. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം കർമ്മവ്യാഴമായിട്ട് 10-ലാണ് നിൽക്കുന്നത്. ഈ കൊല്ലം മുഴുവനും കർമ്മവ്യാഴമായിരുന്നു ചിങ്ങം രാശിക്കാർക്ക്. കർമ്മവ്യാഴം എന്ന് പറയുമ്പോൾ കർമ്മത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, വ്യതിയാനങ്ങളുണ്ടാവും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ബിസിനസ്സിൽ ബുദ്ധിമുട്ട് വന്ന് വേറെ ബിസിനസ്സിലേക്ക് മാറാനോ, അല്ലെങ്കിൽ ജോലി പ്രൈവറ്റ് ജോലികളൊക്കെ ചെയ്യുന്നതായ ആൾക്കാർ ആ ജോലി പോകാനും വേറെ ജോലിയിലേക്ക് മാറാനോ സാധ്യതകൾ, ജോലിയിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുള്ളൊരു സമയമായിരുന്നു. അതുമാതിരി തന്നെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്താലും നമ്മൾ വിചാരിച്ചത്ര ഒരു റിസൾട്ട് ഔട്ട്കം കിട്ടാണ്ടിരിക്കുക, ഒരു കർമ്മ വൈകല്യം ഉണ്ടാവുക എന്നുള്ളതാണ് കർമ്മവ്യാഴം കൊണ്ട് പറയാം. അതുമാതിരി തന്നെ ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുക, ഓഫീസ് പൊളിറ്റിക്സ് നമുക്കെതിരെ ഉണ്ടാവുക, അതുമാതിരി കർമ്മരംഗങ്ങളിലെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവും ഈ കൊല്ലം മുഴുവൻ ചിങ്ങം രാശിക്കാർ.
അതുമാതിരി തന്നെ ആരോഗ്യപരമായ ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ധനപരമായ ക്ലേശങ്ങൾ, ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം, ലോൺ എടുക്കുകയും EMI ഒക്കെ എടുക്കേണ്ടതായ അവസ്ഥകൾ വന്നിട്ടുണ്ടാവാം. അതുമാതിരി തന്നെ നമുക്ക് കിട്ടേണ്ടതായ ധനങ്ങളും കാര്യങ്ങളും എല്ലാം കുറച്ച് ഡിലേ വരിക, നമുക്ക് കയ്യിലെത്തിപ്പെടാൻ അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിങ്ങം രാശിക്കാർ അനുഭവിച്ചിട്ടുണ്ടാകും കർമ്മവ്യാഴം കൊണ്ട്. പൊതുവെ കർമ്മവ്യാഴം ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ചിങ്ങം രാശിക്കാർക്ക്. പക്ഷേ എങ്കിൽ ഒക്ടോബർ 9 ശേഷം വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. വക്രഗതിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതോടുകൂടി വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും. വ്യാഴം പിന്നീട് ബുദ്ധിമുട്ടുകളൊന്നും ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാക്കില്ല. അതുമാത്രമല്ല ഗുണങ്ങളും ചെയ്യും. അതുപോലെ അതായത് ഇപ്പോൾ കർമ്മവ്യാഴമായതുകൊണ്ട് തന്നെ കർമ്മത്തിൽ ഉയർച്ച ഉണ്ടാവാം, ധനപരമായ ഉയർച്ച ഉണ്ടാവാം, ആരോഗ്യപരമായ പുഷ്ടി ഉണ്ടാവാം, കുടുംബത്തിലും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാം. വക്രഗതിയിലുള്ള വ്യാഴത്തിനെ കൊണ്ട് നല്ല ഫലങ്ങളാണ് പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടാവുക ഒക്ടോബർ 9 ശേഷം. ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ 5ലും 6ലുമായിട്ടാണ് വൃശ്ചിക മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഡിസംബർ 1 വരെ 5ലും ശേഷം 6ലേക്കുമാണ് മാറുന്നത്. 5ലെ ശുക്രനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. ശുക്രൻ പൊതുവെ സുഖലോലുപതയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ സുഖപരമായ കാര്യങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ലക്ഷറി ഗുഡ്സ്, ഇപ്പോൾ വാഹനങ്ങളാണെങ്കിലും വാങ്ങാൻ ഒരു തുടക്കമിടുക, ഭൂമി വാങ്ങാൻ തുടക്കമിടുക, അതുമാതിരി വീട് വാങ്ങാൻ തുടക്കമിടുക, അല്ലെങ്കിൽ വീട് പണിയാൻ തുടക്കമിടുക, അതിനൊക്കെ പറ്റിയതായൊരു സമയമാണ് സൂര്യൻ 5ൽ നിൽക്കുമ്പോൾ. സന്താനഭാവമാണ് 5 എന്നുള്ളതുകൊണ്ട് തന്നെ ശുക്രൻ 5ൽ നിൽക്കുമ്പോൾ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാനും സന്താന ഗുണം ഉണ്ടാവാനും സന്താനങ്ങളെ കൊണ്ട് സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റിയതായൊരു സമയമായിരിക്കും ശുക്രൻ 5ൽ നിൽക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക്. അതുമാതിരി ധനപരമായ ഉയർച്ച ഉണ്ടാവുക, ധനപരമായ പുഷ്ടി ഉണ്ടാവുക, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ധനം നമുക്ക് ലഭിക്കുക, അതുമാതിരി തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക, ധനം ലഭിക്കാനൊക്കെ പറ്റിയൊരു സമയമാണ്. ബിസിനസ്സിലൊക്കെ ഉള്ളവരൊക്കെ ഇനി നല്ല പ്രോഫിറ്റും ലാഭമൊക്കെ കൂട്ടാൻ പറ്റിയതായൊരു സമയമാണ്. അതുമാതിരി ശുക്രൻ കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് 5ലെ ശുക്രൻ വളരെ നല്ല ഗുണങ്ങൾ ചെയ്യും. അവരർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി പൊളിറ്റിക്സിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർ അർഹിക്കുന്നതായ സ്ഥലത്ത് അവർക്ക് എത്താൻ പറ്റിയതായൊരു സമയമാണ് 5ലെ ശുക്രനെ കൊണ്ട്. പിന്നീട് ഡിസംബർ 1 ശേഷം ശുക്രൻ വരുന്നത് 6ലേക്കാണ്. 6ൽ ശുക്രൻ വരുമ്പോൾ തിക്താനുഭവങ്ങളും മോശം ഫലങ്ങളായിരിക്കും 6ലെ ശുക്രനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. പൊതുവെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, രോഗപീഠകൾ ചിലരുണ്ടാവാം, ആശുപത്രി ചില്ലറവാസങ്ങളൊക്കെ വേണ്ടി വന്നു വരാം. അതുമാതിരി ശത്രുക്കളൊക്കെ നമുക്കെതിരെ ചെയ്യുന്നത് ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഓഫീസ് പൊളിറ്റിക്സൊക്കെ നമുക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, വരവിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാവാനും അതുവഴി ധനക്ലേശങ്ങൾ ഉണ്ടാവാനും ലോണോ EMI ഒക്കെ എടുക്കേണ്ടതായ അവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട് 6ൽ ശുക്രൻ നിൽക്കുന്നതായൊരു സമയത്ത്. അതാണ് ശുക്രനെ കൊണ്ട് വൃശ്ചികം മാസത്തിൽ ചിങ്ങം രാശിക്കാർക്ക് ഫലമുള്ളത്. ചിങ്ങം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 4ലാണ്. 4ലെ ബുധനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ വളരെ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. 4ലെ ബുധൻ നിൽക്കുന്നതായൊരു സമയത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റിയ സമയമാണ്. അതുമാതിരി തന്നെ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും 4ലെ ബുധനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക്. പൊതുവെ പാരൻസിനൊക്കെ ആരോഗ്യം മെച്ചപ്പെടാനും പാരൻസിൻ്റെ കാര്യങ്ങളൊക്കെ പാരൻസിൽ നിന്ന് ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ്. അതുമാതിരി തന്നെ നമ്മുടെ ഫ്രണ്ട്സാണെങ്കിലും പഴയ ഫ്രണ്ട്സും നമ്മുടെ കുടുംബക്കാരാണെങ്കിലും സംഗമിക്കാനും അതുവഴി നമുക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. പൊതുവേ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അത് ആഗ്രഹിക്കുന്നതായ വാഹനമാണെങ്കിലും വാങ്ങാൻ പറ്റുന്നതായ ഒരു തുടക്കം കുറിക്കാൻ പറ്റുന്നതായ ഒരു സമയമായിരിക്കും. അതുമാതിരി നമ്മുടെ പല കാര്യങ്ങളും ധനപരമായ ഉയർച്ച ഉണ്ടാവാനും അതുവഴി നമുക്ക് സുഖവും സന്തോഷവും മനസ്സുഖവും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും 4ലെ ബുധനെ കൊണ്ട് വൃശ്ചിക മാസത്തിൽ ചിങ്ങം രാശിക്കാർക്ക്. ചിങ്ങം രാശിക്കാർക്ക് ശനി 7ലാണ് നിൽക്കുന്നത്. 7ലെ ശനിയെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് പൊതുവെ മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. 7ലെ ശനിയെ കൊണ്ട് ദാമ്പത്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്ത് കാര്യത്തിനിടങ്ങുമ്പോഴും അത് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യപരാജയത്തിന് സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ 2-3 വട്ടമൊക്കെ ചെയ്താലേ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 2-3 വട്ടം പരിശ്രമിച്ചത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതുമാതിരി തന്നെ
ആരോഗ്യപരമായി ശരീരത്തിനും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിനൊക്കെ ഒരു വിരക്തി തോന്നാനും മാനസികമായ സംഘർഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏഴിലെ ശനിയുണ്ട് ചിങ്ങം രാശിക്കാർക്ക്. പൊതുവെ ഏഴിലെ ശനിയുണ്ട് ചില്ലറ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കന്നിക്കൂറുകാരുടെ വൃശ്ചിക മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാർക്ക് വൃശ്ചിക മാസത്തിൽ ചൊവ്വ 11-ലാണ് നിൽക്കുന്നത്. ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമായ 11-ൽ ചൊവ്വ നിൽക്കുന്നത് വളരെ നല്ല ഫലങ്ങളാണ് കന്നിക്കൂറുകാർക്ക് കൊടുക്കാൻ പോകുന്നത്. 11-ലെ ചൊവ്വയെ കൊണ്ട് ധനപരമായ ഉയർച്ച കന്നിക്കൂറുകാർക്ക് ഉണ്ടാവും. ധനപരമായ നേട്ടമുണ്ടാവും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ ധനപരമായ ഉയർച്ച ഉണ്ടാവും. അതുമാതിരി തന്നെ ജോലിയിൽ നിന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും നല്ല ധനാഗമനം ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പുതിയ ബിസിനസ് തുടങ്ങാനും നല്ല ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ, വളരെ കാലമായി ആഗ്രഹിച്ചതായ കാര്യങ്ങൾ, ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ തുടക്കം കുറിക്കാൻ പറ്റിയതായൊരു സമയമാണ്. അതുമാതിരി തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല പഠനത്തിൽ ശ്രദ്ധീകരിക്കാനും നല്ല രീതിയിൽ അത് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയ സമയമാണ്. മത്സര പരീക്ഷകളും PSC ഒക്കെ എഴുതുന്നതായ ആളുകൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പറ്റുന്നതായൊരു സമയമാണ് 11-ലെ ചൊവ്വയെ കൊണ്ട്. കന്നിരാശിക്കാർക്ക് സൂര്യൻ 3-ലാണ് നിൽക്കുന്നത്. 3-ലെ സൂര്യനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാവുന്നത്. ശാരീരികമായ പുഷ്ടിയും ആരോഗ്യവും 3-ലെ സൂര്യനെ കൊണ്ടുണ്ടാവും. അതുമാതിരി മനസ്സിനൊരു ധൈര്യവും ശക്തിയൊക്കെ ഉണ്ടാവും. അതുമാതിരി തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ ഐക്യം ഉണ്ടാവും. കുടുംബത്തിൽ സഹകരണം ഉണ്ടാവും. കുടുംബത്തിലെ ആൾക്കാരിൽ നിന്ന് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നതായ സാഹചര്യങ്ങളുണ്ടാവും. ധനപരമായ ഗുണങ്ങളുണ്ടാവും. ഉയർച്ചയുണ്ടാവും. അതുമാതിരി തന്നെ പഴയ ഫ്രണ്ട്സൊക്കെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് ഗുണങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാനും ആ കാര്യങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയതായൊരു സമയമാണ്. ജോലിയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും മേലധികാരികളുടെ പ്രശംസ നേടാനും പറ്റിയതായൊരു സമയമാണ്. അതുമാതിരി തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ നന്നായി പെർഫോം ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയ സമയമാണ് 3-ലെ സൂര്യനെ കൊണ്ട് കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാർക്ക് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9-ലാണ്. 9-ലെ വ്യാഴം കൊണ്ട് കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഈ വർഷം മുഴുവനും കിട്ടിയിട്ടുണ്ടാവുക. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതിരുന്നതായ പല ഭാഗ്യങ്ങളും പല സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. ജോലിയില്ലാത്തവർക്കൊക്കെ ഒരു ജോലി കിട്ടാനും ഇതിനൊക്കെ പറ്റിയതായൊരു സമയമാണ്. അത് ഗവൺമെൻറ് ജോലിയാണെങ്കിലും അത് താൽക്കാലിക ജോലിയാണെങ്കിലും കിട്ടാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. ശാരീരികമായ പുഷ്ടിയും ആരോഗ്യത്തിനും ഒരു പുഷ്ടി ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. മനസ്സിനും സുഖവും സന്തോഷമൊക്കെ 9-ലെ വ്യാഴം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും കന്നിരാശിക്കാർക്ക് ഈ കൊല്ലം മുഴുവനും. അതുമാതിരി തന്നെ കുടുംബത്തിലൊക്കെ സുഖവും സന്തോഷവും ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. വിവാഹമൊക്കെ കഴിയാത്തതായ കന്നിരാശിക്കാർക്ക് 9-ലെ വ്യാഴം കൊണ്ട് നല്ല ആലോചനകളൊക്കെ വരാനും അത് നടക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റിയതായൊരു സമയമാണ് 9-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ വിദേശത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നതായ ആളുകളുണ്ടെങ്കിൽ UK-ലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ ക്ലിയറൻസ് കിട്ടാനും അത് ആഗ്രഹം സാധിച്ച് കിട്ടാനൊക്കെ പറ്റിയതായൊരു സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശവാസത്തിനും ജോലി ചെയ്യാൻ കിട്ടാനും ഒക്കെ പറ്റിയതായൊരു സമയമാണ് 9-ലെ വ്യാഴം കൊണ്ട് കന്നിരാശിക്കാർക്ക്. പൊതുവെ സുഖവും സന്തോഷവും ഒക്കെ കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും 9-ലെ വ്യാഴം കൊണ്ട് കന്നിരാശിക്കാർക്ക് ഈ കൊല്ലം മുഴുവൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. കന്നിരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 3-ാം സ്ഥാനത്താണ്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. 3-ലെ ബുധനെ കൊണ്ട് പൊതുവെ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും അതിനൊരു തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ വാക്ക് മൂലം നമുക്ക് വഴക്കുകൾ ഉണ്ടാവാനും ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട്. ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ തമ്മിൽ തന്നെ വഴക്കുകളും ഉണ്ടാവാനും ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. അതുമാതിരി തന്നെ നമുക്ക് പൊതുവേ ഒരു പേടി, ഭയം, അതുമാതിരി അനാവശ്യമായ
ടെൻഷനും വരാൻ സാധ്യതയുള്ളതായ ഒരു സമയമാണ് ബുധനിലെ ബുധനെ കൊണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനോ അവർ പഠിച്ചത് മറന്നു പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ വിദ്യാർത്ഥികൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായൊരു സമയമാണ്. അതുമാതിരി ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അത് നീണ്ടു പോകാനും ജോലി കിട്ടാൻ സമയമെടുക്കാനും സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ പൊതുവെ ധനപരമായ പാഴ്ചെലവുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മൂന്നിലെ ബുധനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു കാര്യമാണ്. കന്നിരാശിക്കാർക്ക് ശനി നിൽക്കുന്നത് 6-ലാണ്. 6-ലെ ശനിയെ കൊണ്ട് നല്ല ഫലങ്ങളായിരിക്കും കന്നിരാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. 6-ൽ ശനി നിൽക്കുമ്പോൾ ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയിലൊക്കെ നന്നായി ശ്രദ്ധിക്കാനും ജോലിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റും. ബിസിനസ്സിലൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയതായ സമയമാണ് 6-ലെ ശനി കൊണ്ട്. അതുമാതിരി തന്നെ 6-ലെ ശനിയെ കൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് നമുക്ക് റിസൾട്ട് കണ്ട് തിരിച്ചു വരാൻ പറ്റും, സക്സസ് ഉണ്ടാക്കാൻ പറ്റിയതായൊരു സമയമാണ്. ആരോഗ്യപരമായ പുഷ്ടി ഉണ്ടാവും. പൊതുവേ മനസ്സിനും ശരീരത്തിനും ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 6-ലെ ശനി കൊണ്ട് കന്നിരാശിക്കാർക്ക്. കന്നിരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 4-ലും 5-ലുമായിട്ടാണ് വൃശ്ചിക മാസത്തിൽ. ഈ മാസത്തിൽ 4-ലും 5-ലുമായിട്ടാണ് ശുക്രൻ ഉണ്ടാവുക. 4-ലെ ശുക്രനും 5-ലെ ശുക്രനും കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. 4-ലെ ശുക്രൻ കന്നിരാശിക്കാർക്ക് പൊതുവെ സുഖവും സന്തോഷമൊക്കെ നൽകാൻ സാധ്യതയുണ്ട്. പൊതുവെ സുഖത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷറി ഗുഡ്സായ, അതായത് ഇപ്പോൾ വാഹനം വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊരു തുടക്കം കുറിക്കാനൊക്കെ പറ്റിയതായൊരു സമയമാണ്. അതിനൊക്കെ ഒരു തുടക്കം കുറിക്കാനും അതിനൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാനും ഒരു തുടക്കം കുറിക്കാൻ പറ്റിയതായൊരു സമയമാണ്. അതുമാതിരി നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് പിരിഞ്ഞു കിട്ടാനുള്ള സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ പിരിഞ്ഞു കിട്ടാനും അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. പൊതുവെ ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടാവാനും ധനപരമായ ഉയർച്ചയും 4-ലെ ശുക്രനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് ശുക്രൻ പോകുന്നത് 5-ലേക്കാണ്. 5-ലെ ശുക്രനും പൊതുവെ നല്ല ഫലങ്ങളൊക്കെയാണ് ഉണ്ടാവുക. സന്താനങ്ങളുടെ വിദ്യയിൽ പുരോഗതി ഉണ്ടാവും. സന്താന സ്ഥാനമാണ് 5 എന്നുള്ളതുകൊണ്ട് തന്നെ സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും. സന്താനങ്ങളുടെ ഭാഗത്തുനിന്ന് സന്താനങ്ങൾക്ക് ജോലി കിട്ടാനും അതുവഴി ധനവരവ് ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ് 5-ലെ ശുക്രനെ കൊണ്ട്. അതുമാതിരി തന്നെ ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാനും ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. ബിസിനസ്സിലാണെങ്കിലും പൊതുവെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിൽ പഠിക്കാനും റിസൾട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റിയതായൊരു സമയമാണ്. കലാകായിക രംഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് 5-ലെ ശുക്രനെ കൊണ്ട് കന്നിരാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ. അതുമാതിരി തന്നെ പൊതുവേ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാൻ സാധ്യതയുള്ളൊരു സമയമാണ് 5-ലെ ശുക്രനെ കൊണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. തുലാം രാശിക്കാരുടെ വൃശ്ചിക മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. തുലാം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ചൊവ്വ 10-ലാണ് നിൽക്കുന്നത്. കർമ്മത്തിലെ ചൊവ്വ വളരെ നല്ല ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ കിട്ടാൻ പോകുന്നത്. ജോലിയിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാവും. ജോലിയിലൊക്കെ നന്നായി പെർഫോം ചെയ്യാനും അതുവഴി ഉയർച്ച ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുവഴി ഗുണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളതായൊരു സമയമാണ്. ഓഫീസിലൊക്കെ നല്ല സഹകരണം കിട്ടാനും മേലധികാരികളുടെ പ്രശംസ കിട്ടാനും പറ്റിയതായൊരു സമയമാണ്. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ആളുകൾക്ക് ജോലി കിട്ടാനും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലീകരിക്കാനും പറ്റിയൊരു സമയമാണ് 10-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. അതുമാതിരി നമ്മൾ എന്ത് കാര്യം ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും അതൊരു കാര്യവിജയം ഉണ്ടാവാനും അതൊരു സക്സസ്സിലേക്ക് എത്തിച്ചെടുക്കാനും പറ്റുന്നതായൊരു സമയമാണ് ചൊവ്വ 10-ൽ നിൽക്കുന്നതായൊരു സമയം തുലാം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ ആരോഗ്യപരമായ ഉയർച്ച ഉണ്ടാവാനും ആരോഗ്യപരമായ പുഷ്ടിയും മനസ്സിന് സുഖവും സന്തോഷമൊക്കെ 10-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഉണ്ടാവും. അതുമാതിരി സിവിൽ എഞ്ചിനീയർമാർക്കാണെങ്കിലും ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കാണെങ്കിലും 10-ലെ ചൊവ്വയെ കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. അവരുടെ കർമ്മരംഗത്ത് നല്ല പുഷ്ടിയും ഉയർച്ചയൊക്കെ ഉണ്ടാവും. ഭൂമിപരമായ ക്രയവിക്രയങ്ങളിലൂടെ നല്ല ഗുണങ്ങളും ലാഭങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ചൊവ്വ 10-ൽ നിൽക്കുമ്പോൾ തുലാം രാശിക്കാർക്ക്. തുലാം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 2-ലാണ്. 2-ലെ സൂര്യനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. സൂര്യൻ 2-ൽ നിൽക്കുന്നതായ സമയത്ത് ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക, വരവിൽ കവിഞ്ഞതായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ ജോലിയിലാണെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാൻ മടി കാണിക്കുക, പെർഫോമൻസിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, പൊതുവേ ഒരു ശാരീരികമായും മാനസികമായും ഒരു തളർച്ചയും തോന്നുന്ന ഒരു സമയമായിരിക്കും. അത് കർമ്മരംഗത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ധനപരമായ വരവ് കുറയാനും സാധ്യതയുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് കുറയുന്നതായിട്ട് തോന്നാവുന്ന ഒരു സമയമാണ്. പൊതുവെ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അതുമാതിരി കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വഴക്കുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 2-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. പൊതുവെ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. പൊതുവെ മാനസികമായ പിരിമുറുക്കങ്ങൾ അതുണ്ടാക്കാം. മേലധികാരികളൊക്കെ ആയിട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറുന്നതായൊരു സാഹചര്യം ഉണ്ടാവും. അതാണ് 2-ലെ സൂര്യനെ കൊണ്ട് വൃശ്ചിക മാസത്തിൽ തുലാം രാശിക്കാർക്ക് ഉണ്ടാവുന്ന ഫലം. തുലാം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ശുക്രൻ 3-ലും 4-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 3-ലെ ശുക്രനും 4-ലെ ശുക്രനും വളരെ നല്ല ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് കൊടുക്കാൻ പോകുന്നത്. ശുക്രൻ 3-ൽ നിൽക്കുന്നതായ സമയത്ത് തുലാം രാശിക്കാർക്ക് വളരെ നല്ല മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന ഒരു സമയമാണ്. പൊതുവേ എന്ത് കാര്യത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടാവാനും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് വിജയം കണ്ട് തിരിച്ചു വരാനും പറ്റുന്നതായൊരു സമയമായിരിക്കും ശുക്രൻ 3-ൽ നിൽക്കുന്നതായ സമയത്ത് തുലാം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ നമ്മുടെ ജോലിയിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും. വീടോ വാഹനമോ അതുമാതിരി നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ അനുഭവിക്കാൻ കിട്ടാനോ പറ്റുന്നതായൊരു സമയമായിരിക്കും 3-ൽ ശുക്രൻ നിൽക്കുന്നതായ സമയത്ത്. പിന്നീട് ശുക്രൻ പോകുന്നത് 4-ലേക്കാണ്. ശുക്രൻ 4-ലേക്ക് പോകുന്നതായൊരു സമയത്ത് നല്ല ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് കിട്ടുക. പൊതുവെ പാരൻസിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. അതുമാതിരി ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു വരാനും അതൊക്കെ നോർമലൈസ്ഡ് ആവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും 4-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. പൊതുവെ കുടുംബത്തിലൊരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. നമ്മളെ പറയുന്നതായ വാക്കുകൾക്ക് ആൾക്കാർ വില കൽപ്പിക്കാനും നമുക്ക് ഒരു ബഹുമാനം തരാനും പറ്റുന്നതായൊരു സമയമായിരിക്കും. പൊതുവെ മനസ്സിനൊക്കെ ഒരു സന്തോഷമുള്ള ഒരു സമയമായിരിക്കും. ആരോഗ്യപരമായ പുഷ്ടിയൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ ശുഭയാത്രകളൊക്കെ ചെയ്യാനും വിനോദയാത്രകളൊക്കെ ചെയ്യാനും അതിൽ നിന്ന് പുണ്യയാത്രകളൊക്കെ ചെയ്യാനും അതിൽ നിന്ന് സുഖവും സന്തോഷവും മനസ്സിന് സംതൃപ്തിയൊക്കെ കിട്ടുന്നതായൊരു സമയമായിരിക്കും ശുക്രൻ 4-ൽ നിൽക്കുന്നതായ സമയത്ത് തുലാം രാശിക്കാർക്ക്. തുലാം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ ബുധൻ നിൽക്കുന്നത് 2-ലാണ്. 2-ലെ ബുധനെ കൊണ്ട് തുലാം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും വൃശ്ചിക മാസത്തിൽ കിട്ടാൻ പോകുന്നത്. ധനസ്ഥാനമായ 2-ൽ ബുധൻ നിൽക്കുന്നതായ സമയത്ത് ധനപരമായ ഉയർച്ച ഉണ്ടാവും, ധനപരമായ പുഷ്ടി ഉണ്ടാവും. പ്രതീക്ഷിക്കാത്തതായ രീതിയിൽ ധനവരവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നമ്മുടെ കർമ്മരംഗത്ത് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും അതിൽ നിന്ന് നല്ല രീതിയിൽ ധനം വരാനും സാധ്യതയുള്ള ഒരു സമയമാണ് ബുധൻ 2-ൽ നിൽക്കുമ്പോൾ. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ആളുകൾക്ക് ജോലി കിട്ടാൻ പറ്റിയതായൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാനും വർക്ക് ചെയ്യാനും പറ്റിയതായൊരു സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നതായ ആളുകൾക്ക് ഉന്നത വിജയം കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ നമ്മൾ പഠിക്കാൻ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധിക്കാൻ പറ്റിയതായൊരു സമയമാണ്. പുറത്തൊക്കെ പോയി UK-ലൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ളതായ ആളുകൾക്ക് അതിന് ക്ലിയറൻസൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 2-ൽ നിൽക്കുമ്പോൾ. പൊതുവെ നമ്മൾ പറയുന്നതായ വാക്കിന് ആൾക്കാർ വില കൽപ്പിക്കാനും അതിന് നമുക്ക് ഒരു ബഹുമാനവും കീർത്തിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഈ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നതായ ആളുകൾക്ക് വാക്കുകൊണ്ട് കസരത്ത് കാണിക്കുന്നവർക്ക് അതുമാതിരി ലോയർമാർക്കൊക്കെ പറ്റിയതായ സമയമാണ്. സെയിൽസ്, മാർക്കറ്റിംഗ്, ലോയർമാർക്ക് അവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവരുടെ നല്ല റിസൾട്ട് കൊണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ബുധൻ 2-ൽ നിൽക്കുമ്പോൾ തുലാം രാശിക്കാർക്ക്. പൊതുവേ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും 2-ലെ ബുധനെ കൊണ്ട് തുലാം രാശിക്കാർക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ പറ്റിയതായ ഒരു സമയമാണ് ബുധൻ 2-ൽ നിൽക്കുന്നതായ സമയത്ത്. തുലാം രാശിക്കാർക്ക് വ്യാഴം 8-ലാണ്. അഷ്ടമത്തിലെ വ്യാഴം വളരെ മോശം ഫലങ്ങളാണ് ഈ കൊല്ലം മുഴുവൻ തുലാം രാശിക്കാർക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടാവാം അഷ്ടമത്തിലെ വ്യാഴത്തിനെ കൊണ്ട്. അതുമാതിരി തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പൊതുവെ ധനച്ചെലവുകൾ അനാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം. ചില്ലറ ഹോസ്പിറ്റൽ വാസങ്ങളും അതുവഴി അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി തന്നെ
നമ്മൾ കിട്ടേണ്ടതായ കർമ്മത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായ പൈസയ്ക്ക് ഡിലേ വരിക, നമ്മളിൽ എത്തിപ്പെടാൻ തടസ്സങ്ങൾ ഉണ്ടാവുക, അതെല്ലാം അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവാം. മെയിനായിട്ട് അഷ്ടമ വ്യാഴം കൊണ്ട് രോഗദുരിതങ്ങളാണ് നമ്മൾ പറയുക. ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതുവഴിയുള്ള പാഴ്ചെലവുകൾ ഉണ്ടാവുക, അതുമല്ല വഴക്കുകൾ ഉണ്ടാവുക. കുടുംബത്തിലാണെങ്കിലും അസ്വാരസ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. അതുമാതിരി നമ്മൾ വിവാഹമൊക്കെ ആലോചന നടക്കുന്നവരാണെങ്കിൽ അതൊക്കെ നീണ്ടുപോകാൻ പറ്റിയതായ ഒരു സമയമാണ്. അതുമാതിരി ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഡിലേ വരാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. പൊതുവേ അഷ്ടമ വ്യാഴം ഒരുപാട് ബുദ്ധിമുട്ടുകൾ തുലാം രാശിക്കാർക്ക് ഈ കൊല്ലം മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഒക്ടോബർ 9 തൊട്ട് വ്യാഴം വക്രത്തിലേക്ക് വരികയാണ്, വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. ഒക്ടോബർ 9 തൊട്ട് വ്യാഴം വക്രഗതിയിലായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അഷ്ടമ വ്യാഴത്തിൻ്റെ ദുരിതങ്ങളൊക്കെ ഒരുപാട് നീങ്ങി തുലാം രാശിക്കാർക്ക് മാറിയിട്ടുണ്ടാവും. അതിനുശേഷം അഷ്ടമ വ്യാഴത്തിൻ്റെ ദുരിതം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വ്യാഴത്തിനെ കൊണ്ട് ഗുണഫലങ്ങളും തുലാം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായൊരു സമയം. ഇപ്പോൾ പൊതുവേ അവർക്ക് വ്യാഴത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല തുലാം രാശിക്കാർക്ക്. തുലാം രാശിക്കാർക്ക് ശനി 5-ലാണ് നിൽക്കുന്നത്. 5-ലെ ശനിയെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. സന്താനസ്ഥാനമായ 5-ൽ ശനി നിൽക്കുമ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുമാതിരി സന്താനങ്ങളുടെ വിദ്യയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, സന്താനങ്ങളുടെ ജോലിയും അതുമാതിരി സന്താനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം തുലാം രാശിക്കാർക്ക്. അതുമാതിരി ധനപരമായ നഷ്ടങ്ങളും പാഴ്ചെലവുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 5-ൽ ശനി നിൽക്കുമ്പോൾ. കർമ്മത്തിലൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാവാം, നമ്മൾ കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവും, 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ജോലിയിലാണെങ്കിലും ബുദ്ധിമുട്ടുകളും പൊതുവേ ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ 5-ലെ ശനിയെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് തുലാം രാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. വൃശ്ചികം രാശിക്കാരുടെ വൃശ്ചികം മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വ 9-ലാണ് ഈ മാസം നിൽക്കുന്നത്. 9-ലെ ചൊവ്വയെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുമാതിരി റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവേ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, കാര്യപരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശാരീരികമായും മാനസികമായും തളർച്ച തോന്നാൻ സാധ്യതയുള്ള സമയമാണ്. ചെറിയ രീതിയിലാണെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാവാനും ഹോസ്പിറ്റൽ വാസങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതുവഴി ദുർച്ചെലവുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 9-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. ഭാഗ്യസ്ഥാനമായ 9-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഭാഗ്യമൊക്കെ കുറഞ്ഞു വരാനും ഈശ്വര കടാക്ഷം കുറഞ്ഞു വരാനും സാധ്യതയുണ്ട്. അത് നേരിൽ കാണാൻ പറ്റും. പൊതുവേ കാര്യങ്ങളിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ജന്മത്തിലാണ്. ജന്മത്തിലെ സൂര്യനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നതായ സമയത്ത് ശാരീരികമായും മാനസികമായും ഒരു തളർച്ച തോന്നാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്തൊക്കെ ഒരു ഉഷാർ കുറവ് കാണിക്കും. ജോലിയിലൊരു പെർഫോമൻസ് കുറവൊക്കെ ഉണ്ടാവാനും ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകളും വഴക്കുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയത്താണ്. അതുമാതിരി വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടും മടിയും കാണിക്കുകയും അവർക്ക് റിസൾട്ട് ഇല്ലാണ്ടിരിക്കുന്നതായ സമയമായിരിക്കും. പൊതുവേ ധനപരമായ നഷ്ടം ഉണ്ടാവാനും പാഴ്ചെലവുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവേ നമുക്കൊരു അസംതൃപ്തികൾ ഉണ്ടാവുക, മാനസികമായൊരു വിരക്തിയൊക്കെ ജന്മത്തിലെ സൂര്യനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നതും ജന്മത്തിലാണ്. ജന്മത്തിലെ ബുധനും വൃശ്ചികം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. ജന്മത്തിലെ ബുധനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് കലഹങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വാക്കുകൊണ്ടായിരിക്കാം, അത് കുടുംബത്തിലായിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി കൂട്ടുകാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുകയും ബന്ധുക്കൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുകയും ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്.
അതുമാതിരി തന്നെ രോഗങ്ങളൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. അത് മൂർച്ഛിക്കാനും അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നതായ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ബുധൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ. വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ ഉന്മേഷക്കുറവും വിദ്യയിൽ കൂടുതൽ പഠിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടൂ എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും ജന്മത്തിൽ ബുധൻ നിൽക്കുമ്പോൾ. അതുമാതിരി ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ അത് തട്ടിപ്പോവാനും സാധ്യതയുള്ള ഒരു സമയമാണ് ജന്മത്തിൽ ബുധൻ നിൽക്കുന്നതായ സമയം. പൊതുവെ ധനപരമായ പാഴ്ചെലവുകളും ധനപരമായ ബുദ്ധിമുട്ടുകളും ജന്മത്തിലെ ബുധൻ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ 2-ലും 3-ലുമായിട്ടാണ് ഈ മാസം സഞ്ചരിക്കുന്നത്. 2-ലെ ശുക്രനെ കൊണ്ട് നല്ല ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ശുക്രൻ 2-ൽ നിൽക്കുന്നതായ സമയത്ത് ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ആരോഗ്യത്തിലൊക്കെ പുഷ്ടി ഉണ്ടാവാനും ആരോഗ്യവർദ്ധനകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നല്ല രീതിയിൽ ധനവരവ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 2-ലെ ശുക്രനെ കൊണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉള്ള ജോലികൾ, ഇപ്പോൾ ലോയർമാർ, സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും അവർക്ക് മാർക്കറ്റിങ്ങിലും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ വാക്കുകൊണ്ടും അവരുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സമയമാണ് ശുക്രൻ 2-ൽ നിൽക്കുന്നതായ സമയത്ത്. അതുമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും ഭൂമിപരമായിട്ടോ അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിലൂടെ ലാഭം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്നതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ നല്ല റിസൾട്ടോടുകൂടി പേയ്മെൻറ്റ് തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 2-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി വ്യാപാര വിപണന മേഖലയിലുള്ളവർക്കൊക്കെയും നല്ല ഗുണവും ഉയർച്ചയും ഒക്കെ ഉണ്ടാവും 2-ലെ ശുക്രൻ്റെ ധനസ്ഥാനമായ 2-ൽ ശുക്രൻ നിൽക്കുമ്പോൾ. വളരെ നല്ല രീതിയിൽ ധനപരമായ പുഷ്ടി ഉയർച്ചയൊക്കെ ഉണ്ടാവും. അതുമാതിരി തന്നെ ശാരീരികമായും മാനസികമായ സുഖവും സന്തോഷമൊക്കെ 2-ലെ ശുക്രൻ തരുന്നതാണ് പറയാം. പിന്നീട് ശുക്രൻ പോകുന്നത് 3-ലേക്കാണ്. 3-ലെ ശുക്രനും വളരെ നല്ല ഫലങ്ങളായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് നൽകുക. എല്ലാ കാര്യത്തിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്കൊരു കാര്യങ്ങളൊക്കെ വന്ന് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ഉത്സാഹം തോന്നും. കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങൾ നല്ല റിസൾട്ടോടു കൂടി സക്സസ് കണ്ടുപിടിക്കാനും നമുക്ക് കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുമാതിരി നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും പ്രോഫിറ്റും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 3-ൽ നിൽക്കുന്നതായ സമയത്ത് വൃശ്ചികം രാശിക്കാർക്ക്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം 7-ലാണ് നിൽക്കുന്നത് ഈ കൊല്ലം മുഴുവൻ. 7-ലെ വ്യാഴം വളരെ നല്ല ഫലങ്ങളായിരിക്കും കൊല്ലം മുഴുവൻ വൃശ്ചികം രാശിക്കാർക്ക് നൽകിയിട്ടുണ്ടാവുക. ബാക്കിയുള്ള എന്തൊക്കെ ഗ്രഹങ്ങൾ ദോഷം ചെയ്യുമെങ്കിലും വ്യാഴം നല്ലതിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ ഒരു തടയായിരിക്കും. വ്യാഴം ഉണ്ടെങ്കിൽ നല്ല സ്ഥാനത്താണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു. 7-ലാണ് വ്യാഴം എന്നുള്ളതുകൊണ്ട് ഈ കൊല്ലം മുഴുവൻ വൃശ്ചികം രാശിക്കാർക്ക് നല്ല ഫലമായിരിക്കും വ്യാഴം കൊടുക്കുക. പൊതുവെ 7-ലെ വ്യാഴം ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ നല്ല സ്വാരസ്യം ഉണ്ടാക്കുകയും ഭാര്യയും ഭർത്താവും തമ്മിൽ സുഖവും സന്തോഷമായിട്ട് വാഴാൻ പറ്റിയതായൊരു സമയമാണ്. അതുമാതിരി കുടുംബത്തിലൊക്കെ ഒരു സുഖവും സന്തോഷവും സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാവാനും പറ്റിയതായൊരു സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. അവരുടെ വിദ്യാഭ്യാസത്തിൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി, അതുമാതിരി അവരുടെ ആരോഗ്യം അതെല്ലാം നല്ല രീതിയിൽ പോകുന്നൊരു സമയമായിരിക്കും 7-ൽ വ്യാഴം. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിൽ നല്ല റിസൾട്ടോടുകൂടി നമുക്ക് തിരിച്ചു വരാൻ കഴിയും. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടത്തിയെടുക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അതുമാതിരി ജോലിയിലൊക്കെ പ്രമോഷൻ കിട്ടാനും നമ്മൾ സ്ഥലങ്ങൾക്ക് മാറ്റം കിട്ടാനും അല്ലെങ്കിൽ വേറെ കമ്പനികളിലേക്ക് മാറി നല്ല പാക്കേജോടുകൂടി പുതിയ കമ്പനികളിലേക്ക് മാറാനൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും. ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നതായ ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ നല്ല രീതിയിൽ തുടങ്ങാനും ലാഭം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സമയമായിരിക്കും ഈ കൊല്ലം 7-ലെ വ്യാഴം നിൽക്കുന്ന ഈ കൊല്ലം വൃശ്ചികം രാശിക്കാർക്ക്. പൊതുവേ നല്ല സമയമാണ് 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് കൊടുക്കുക. അടുത്ത ഇതിൽ വ്യാഴമാറ്റത്തിൽ അഷ്ടമത്തിൽ വ്യാഴം വരണ വരെ ഇവർക്ക് ഈ നല്ല ഫലം തുടർന്നുകൊണ്ടേയിരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് 4-ലാണ്. 4-ലെ ശനിയെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് കിട്ടാൻ സാധ്യത. ശനി 4-ൽ നിൽക്കുന്ന സമയത്ത് കാര്യപരാജയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ടാവാം.
അതുപോലെ തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആരോഗ്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുവഴി ദുർച്ചെലവുകൾ ഉണ്ടാവും, ധനപരമായ ബുദ്ധിമുട്ടുകളും ധനപരമായ ദുർച്ചെലവുകളും പാഴ്ചെലവുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ് 4 ശനിയെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക്. 4 ശനി ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ധനുക്കൂറുകാരുടെ വൃശ്ചിക മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ധനുക്കൂറുകാർക്ക് ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിലെ ചൊവ്വയെ കൊണ്ട് ധനുക്കൂറുകാർക്ക് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. പൊതുവെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിലെ ചൊവ്വയെ കൊണ്ട്. അതുമാതിരി തന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സൂക്ഷിക്കേണ്ടതായ സമയമാണ് അത് മൂർച്ഛിക്കാനും. അതുകൊണ്ട് ഹോസ്പിറ്റൽ വാസം ചിലർ ഉണ്ടാവാനും അതുവഴി പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാനും അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിനെ അലട്ടാനും സാധ്യതയുള്ളതായൊരു സമയമായിരിക്കും. അതുമാതിരി തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കേണ്ടതായ സമയങ്ങളാണ്. അത് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ടതായ സമയങ്ങളാണ് 8-ൽ ചൊവ്വ നിൽക്കുന്നതായ സമയത്തെന്ന് പറയുന്നത്. അതുമാതിരി തന്നെ നമ്മൾ ഭൂമിപരമായ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ അത് നമുക്ക് ഗുണങ്ങൾ അധികം ഉണ്ടാവാത്ത ഒരു സമയമായിരിക്കും ചൊവ്വ 8-ൽ നിൽക്കുന്നതായ സമയത്ത്. അതുമാതിരി സിവിൽ എഞ്ചിനീയർമാർക്കാണെങ്കിലും അതുമാതിരി ഈ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നതായ ആൾക്കാർക്കാണെങ്കിലും ഗുണമില്ലാത്ത സമയങ്ങളായിരിക്കും 8-ൽ ചൊവ്വ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. ധനുക്കൂറുകാർക്ക് സൂര്യൻ 12-ലാണ് നിൽക്കുന്നത്. 12-ലെ സൂര്യനെ കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും ധനുക്കൂറുകാർക്ക് കിട്ടാൻ സാധ്യത. സൂര്യൻ 12-ൽ നിൽക്കുന്നതായ സമയത്ത് ശാരീരികമായൊരു തളർച്ചയും മനസ്സിനൊരു തളർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ജോലിയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും പെർഫോമൻസൊക്കെ കുറയാനും അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ധനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനും അതുവഴി ലോൺ എടുക്കാനും EMI ഒക്കെ എടുക്കാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അനാവശ്യമായ യാത്രകൾ ഉണ്ടാവുകയും യാത്രാക്ലേശങ്ങൾ ഉണ്ടാവുകയും അലച്ചിലൊക്കെ 12-ലെ സൂര്യനെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ധനുക്കൂറുകാർക്ക്. അതുമാതിരി തന്നെ നമ്മൾ കടം കൊടുത്ത പൈസകൾ കിട്ടാണ്ട് വരിക, നമ്മുടെ ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാം. അതുപോലെ ശരീരത്തിന് ചെറിയ രോഗങ്ങളും അരിഷ്ടതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിന് പൊതുവെ ഒരു അസംതൃപ്തിയും ഒരു തൃപ്തിക്കുറവും വിരക്തിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 12-ലെ സൂര്യനെ കൊണ്ട്. പൊതുവെ 12-ലെ സൂര്യനെ കൊണ്ട് മോശഫലങ്ങളായിരിക്കും വൃശ്ചിക മാസം ധനുക്കൂറുകാർക്ക് കിട്ടാൻ പോകുന്നത്. ധനുക്കൂറുകാർക്ക് ബുധൻ 12-ലാണ് ഈ മാസം നിൽക്കുന്നത്. 12-ലെ ബുധനെ കൊണ്ടും ധനുക്കൂറുകാർക്ക് മോശം ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. ബുധൻ 12-ൽ നിൽക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഇരട്ടി പഠിച്ചാൽ റിസൾട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യങ്ങളുണ്ടാവാം. അതുമാതിരി മത്സര പരീക്ഷകൾക്കൊക്കെ ശ്രമിക്കുന്നതായ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാവാം. അവർക്ക് വിചാരിച്ചത്ര റിസൾട്ട് ഉണ്ടാവില്ല. അതുമാതിരി കൂടുതലായി പരിശ്രമിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വരാം. അതുമാതിരി ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ആളുകൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരാം. അതൊക്കെ തട്ടി പോകുന്നതായ സാഹചര്യങ്ങൾ പറയാം, ഇൻ്റർവ്യൂ ഒക്കെ. അതുമാതിരി 12-ലെ ബുധനെ കൊണ്ട് ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാവാം, പാഴ്ചെലവുകൾ ഉണ്ടാവാം. അതുമാതിരി നമ്മൾ വിചാരിക്കാത്ത ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുമാതിരി UK-ലേക്കോ അല്ലെങ്കിൽ പൊതുവെ വിദേശത്തേക്ക് പഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ലിയറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരാം. അതുമാതിരി തന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ, മനസ്സിന് ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ഉണ്ടാവുക, ചില്ലറ രോഗങ്ങളൊക്കെ വരിക. അതുമാതിരി നമുക്കുള്ളതായ രോഗങ്ങളുണ്ടെങ്കിൽ മൂർച്ഛിക്കാൻ സാധ്യതയുള്ള സമയമായിരിക്കും. പൊതുവെ ഒരു അലച്ചിലും കാര്യങ്ങളും 12-ലെ ബുധനെ കൊണ്ട് ചില്ലറ വിഷമങ്ങളും ധനുക്കൂറുകാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനുക്കൂറുകാർക്ക് വ്യാഴം 6-ലാണ് നിൽക്കുന്നത്. ഈ കൊല്ലം മുഴുവൻ 6-ലാണ് വ്യാഴം നിൽക്കുന്നത്. 6-ലെ വ്യാഴം കൊണ്ട് മോശം ഫലങ്ങളായിരിക്കും ധനുക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത്. 6-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് ധനപരമായ ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് ജോലിയിലൊക്കെ മാറാൻ പറ്റിയ സമയമല്ല. നമ്മൾ ഉള്ളതും പോകുന്നതായ ഒരു സാഹചര്യങ്ങൾ വരും മാറാൻ നോക്കുമ്പോൾ. അതുപോലെ തന്നെ കർമ്മവിഘ്നങ്ങൾ, നമ്മൾ ചെയ്യുന്നതായ കർമ്മങ്ങളിൽ പല രീതിയിൽ തടസ്സങ്ങൾ കാണുക, അത് 2-3 വട്ടം ചെയ്യേണ്ടതായ അവസ്ഥകൾ വരുന്നതായ സാഹചര്യമൊക്കെ ഉണ്ടാവും.
നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതെല്ലാം ഫലപ്രാപ്തി കാണുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുമാതിരി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ ഇടയിൽ വഴക്കുകൾ, അതുമാതിരി അസംതൃപ്തികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 6 വ്യാഴം ഉണ്ടാകുമ്പോൾ. ജോലിയൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലിയിലുള്ളവരൊക്കെ ആണെങ്കിൽ അനാവശ്യമായ നമ്മൾ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ റിസൾട്ട് കുറയുകയും പൊതുവെ അവർ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതായൊരു സമയങ്ങളായിരിക്കും. അതുപോലെ രാഷ്ട്രീയത്തിലുള്ളവർക്കൊക്കെ അവർ വിചാരിച്ചതായ ഒരു സ്ഥാനത്തോ അല്ലെങ്കിൽ വിചാരിച്ചതായ രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും 6 വ്യാഴമുള്ള സമയത്ത്. പൊതുവെ 6 വ്യാഴം കൊണ്ട് ധനപരമായ ബുദ്ധിമുട്ടും ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഈ കൊല്ലം ധനുരാശിക്കാർ അനുഭവിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ 9 മുതൽ വ്യാഴം വക്രഗതിയിലാണ്. അതുകൊണ്ട് തന്നെ 6 വ്യാഴം കൊണ്ടുള്ള മോശം ഫലങ്ങളൊന്നും ഇപ്പോൾ ധനുരാശിക്കാർക്ക് ഫലിക്കാൻ സാധ്യതയില്ലാത്തൊരു സമയവും. ഈ പറഞ്ഞതായ മോശം ഫലങ്ങളൊന്നും ധനുരാശിക്കാർക്ക് ഈ സമയത്ത് വക്രഗതിയിൽ വ്യാഴം വന്നതോടുകൂടി ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടായില്ല. അതുപോലെ തന്നെ വ്യാഴത്തിനെ കൊണ്ട് നല്ല ഫലങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ധനുരാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യത. ധനുക്കൂറുകാർക്ക് ശുക്രൻ ജന്മത്തിലും 2-ലുമായിട്ടാണ് വൃശ്ചിക മാസത്തിൽ നിൽക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്നതും 2-ൽ നിൽക്കുന്നതുമായ ശുക്രൻ ധനുക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. ജന്മത്തിൽ നിൽക്കുന്നതായ ശുക്രൻ ധനുക്കൂറുകാർക്ക് ശാരീരികവും മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനപരമായ ഉയർച്ച ഉണ്ടാവാനും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ നല്ല സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. കുടുംബത്തിൽ പൊതുവെ ഒരു ഈണവും ഇമ്പവും ഒരു സഹകരണമൊക്കെ ഉണ്ടാവാനും അതുവഴി സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ഒരു തുടക്കം കുറിക്കാൻ തുടക്കം ഉണ്ടാക്കാൻ പറ്റിയതൊരു സമയമായിരിക്കും ജന്മത്തിലെ ശുക്രനെ കൊണ്ട്. പൊതുവേ ധനപരമായ പുഷ്ടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ജന്മത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. പിന്നെ ശുക്രൻ മാറുന്നത് ധനസ്ഥാനമായ 2-ലേക്കാണ്. ധനസ്ഥാനമായ 2-ൽ ശുക്രൻ വരുമ്പോൾ ധനപരമായ ഉയർച്ച ഉണ്ടാവും. ജോലിയിലൊക്കെ ശ്രദ്ധിക്കാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അതുവഴി തൊഴിൽ രംഗത്ത് നിന്ന് നല്ല രീതിയിൽ ധനാഗമനം ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമായിരിക്കും. വാക്ക് കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. അതായത് ലോയേഴ്സിനാണെങ്കിലും സെയിൽസിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും മാർക്കറ്റിങ്ങിലുള്ളവർക്കാണെങ്കിലും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയതായൊരു സമയമായിരിക്കും. പൊതുവേ നമ്മൾ പറയുന്നതൊക്കെ പൊതുജന മധ്യത്തിൽ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കാനോ നമ്മൾ പറയുന്നത് കേൾക്കാനോ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതുമാതിരി തന്നെ 4 ആൾ കൂടുമ്പോൾ അവിടെ ഒരു ബഹുമാനം ഇതൊക്കെ 2-ലെ ശുക്രനെ കൊണ്ട് ധനുരാശിക്കാർക്ക് കിട്ടുന്നതായ ഗുണങ്ങളായിരിക്കും. ധനുരാശിക്കാർക്ക് ശനി നിൽക്കുന്നത് 3-ലാണ്. 3-ലെ ശനിയെ കൊണ്ട് ധനുരാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. ശനി 3-ൽ നിൽക്കുന്നതായ സമയത്ത് കാര്യവിജയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമ്മൾ എന്ത് കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിൽ വിജയം കാണാൻ പറ്റിയതൊരു സമയമാണ്. മാതിരി പൊതുവേ ശാരീരികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. മനസ്സിനും സുഖവും സന്തോഷവും ധൈര്യമൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ പറ്റിയതായൊരു സമയവും പൊതുവേ നമുക്കൊരു ശക്തിയും ധൈര്യവും സുഖവും ഒക്കെ ശനിയെ കൊണ്ട് ഉണ്ടാവും 3-ലെ ശനിയെ കൊണ്ട് ധനുരാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.